ഹായ്, ഭൂഗോളത്തിന്റെ സ്പന്ദനം തന്നെ കണക്കിലാണ്. ജെഇ അടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പല കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സാർ, മാത്സ് എന്ത് പഠിക്കണം, ഏതൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്? എന്തുകൊണ്ട് മാത്സ് കുട്ടികൾ എടുത്ത് ചോദിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മാത്സ് ആണ് കൂടുതലും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നും പേപ്പറും എടുക്കുക. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എന്താക്കുക, അതിലെഴുതുക. 3 ഹെഡിങ്ങൾ കൊടുക്കുക. ഒന്നാമത്തത് സ്ട്രോങ്, പിന്നെ മീഡിയം, അതോടൊപ്പം തന്നെ വീക്ക്. അപ്പോൾ നിങ്ങളുടെ മാത്സിലെ ഈ ചാപ്റ്റേഴ്സിനെ നിങ്ങൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് സ്ട്രോങ് ആക്കുക. അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ മീഡിയം ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എടുക്കുക. ആ മീഡിയം ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഞാൻ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഏതൊക്കെയാണ്? മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, വെക്റ്റർ, 3D, പ്രോബബിലിറ്റി, സീക്വൻസ് ആൻഡ് സീരീസ്, ബൈനോമിയൽ തിയറം, സ്റ്റാറ്റിസ്റ്റിക്സ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്താക്കുക, ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ബാക്കി ചാപ്റ്റേഴ്സോ സാർ, എന്തുകൊണ്ട് സാർ ഈ ചാപ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തത്? ഈ ചാപ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്യാൻ കാരണം ഇത് ഹൈ സ്കോറിംഗ് ചാപ്റ്റേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നത്, ഉറപ്പായിട്ട് ചോദിക്കുന്നില്ല, സ്ഥിരമായിട്ട് അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. സാർ, അപ്പം ബാക്കി ചാപ്റ്റേഴ്സ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ബാക്കി ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാനൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ബാക്കി ചാപ്റ്റേഴ്സിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. നമ്മൾ PYQs നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള NCERT ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. അത് മാത്രം ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് പോവാം. ഇനി ചില കുട്ടികളുണ്ടാവും ഇതുവരെ മാത്സ് പഠിച്ചിട്ടുണ്ടാവില്ല, ഫിസിക്സും കെമിസ്ട്രി ആയിരിക്കും കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കുട്ടികളും നമ്മുടെ കേരളത്തിലുണ്ട്, ഉറപ്പാണ്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് ചോദിക്കുകയാണ്, സാർ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ ഞങ്ങൾ സ്ട്രോങ് ആക്കി, മാത്സിൽ ഒരു കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ പറയാറ്, ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് പുതിയതൊന്നും പഠിക്കേണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതുതന്നെയാണ് ശരിയായിട്ടുള്ള കാര്യം. പക്ഷേ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ ഫുൾ സ്ട്രോങ് ആയി റിവിഷൻ ഒക്കെ കഴിഞ്ഞു സാർ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം വീണ്ടുമായിട്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ചെയ്ത ലിസ്റ്റ് ഉണ്ടല്ലോ ചാപ്റ്റേഴ്സ്, അതിലെല്ലാമല്ല, അതിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്യുക. അതിൽ പാറ്റേൺഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 3D എടുക്കാം. 3Dയിലാണെങ്കിൽ എപ്പോഴും ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ് ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ബൈനോമിയൽ തിയറത്തിൽ നമുക്ക് പിന്നെ ആ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു സംതിങ്, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഡിവിസിബിലിറ്റി പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പാറ്റേൺഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് മാത്രം ആ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് വന്നേക്കുക, അത് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ സമയത്ത് കൊണ്ടുപോകാനുള്ള സ്ട്രാറ്റജി. അപ്പോൾ അങ്ങനെ ഒന്ന് ഉഷാറായിട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്സ് ഒക്കെ സെറ്റാക്കാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഏകദേശം 25 ക്വസ്റ്റ്യനിൽ 18 എണ്ണം 19 എണ്ണമൊക്കെ ശരിയാക്കിയ കുട്ടികൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾക്കും പറ്റും. സോ ബി സ്ട്രോങ്, ബി ഹാപ്പി, സ്റ്റഡി വെൽ.